ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്ഥയിലും കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഗുരുവായൂർ ദേവസ്ഥയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും ദേവസ്വം അനുബന്ധ സ്ഥാപനങ്ങളിലേക്കും സുരക്ഷാ ചുമതല വഹിക്കുന്നതിന് 20 സെക്യൂരിറ്റി ഗാർഡ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. വർക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്നത് 16/4/2025 രാവിലെ 11:30 പ്രതിമാസ വേതനം 21,175 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 1/1/2025 60 വയസ്സ് കവിയാത്തവർ ആയിരിക്കണം. നിയമന കാലാവധി ഉത്തരവ് തീയതി മുതൽ 30/4/2026 കൂടിയായിരിക്കും. യോഗ്യരെന്ന് കാണുന്നവരെ പുനർനിയമനത്തിന് പരിഗണിക്കുന്നതാണ്. യോഗ്യത സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള എക്സ് സർവീസ്മാൻ, ആർമി, നേവി, എയർഫോഴ്സ്, BSF, CISF, ITBP, CRPF, ആസാം റൈഫിൾസ്, GREF ആയിരിക്കണം. അപേക്ഷകർ ആരോഗ്യ ദൃഢഗാത്രരും നല്ല കാഴ്ചശക്തിയുമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരുമായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, യോഗ്യതകൾ, ജാതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുമുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കിലുള്ള സർക്കാർ ഡോക്ടറുടെയോ ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടറുടെയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. മേൽപ്രകാരം രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ മൊബൈൽ ഫോൺ നമ്പർ സഹിതം ദേവസ്വം ഓഫീസിൽ രാവിലെ 10 മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി ഹാജരാകേണ്ടതാണ്. അപേക്ഷയോടൊപ്പം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്ന ഡോക്ടറുടെ യോഗ്യത, രജിസ്റ്റർ നമ്പർ, സർട്ടിഫിക്കറ്റ് ഒപ്പുവെച്ച തീയതി എന്നിവ വ്യക്തമല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതായിരിക്കും. വിശദ വിവരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 45 വയസ്സ് കവിയരുത്. വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ്. സമാന മേഖലയിലെ മികച്ച വേതനം ലഭിക്കുന്നതായിരിക്കും. കരാർ വ്യവസ്ഥയിൽ 1 വർഷത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. MEP വർക്കുകൾ, MEP ഡ്രോയിങ്സ്, റിവ്യൂ, ക്വാണ്ടിറ്റി സർവേയിങ്, ബില്ലിംഗ്, പ്രിപ്പറേഷൻ ആൻഡ് ടെൻഡറിംഗ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ ഇലക്ട്രിക്കൽ കേഡ്, പ്രൈസ് സോഫ്റ്റ്വെയർ എന്നിവയിൽ പരിചയമുള്ളവർക്കും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും കിഫ്ബി പ്രോജക്റ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 25/4/2025 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഉൾക്കൊള്ളിച്ച് ദ സെക്രട്ടറി, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്, ഹെഡ് ഓഫീസ്, ശാന്തിനഗർ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 25/4/2025 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സെക്രട്ടറി KSHB@gmail.com എന്ന ഇമെയിൽ മുഖാന്തരവും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.